നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള. ഇതാണ് പഠിക്കാൻ പോകുന്നത്. 4 ടൈപ്പ് പരാബോളാസാണ് നമ്മളെ സിലബസിലുള്ളത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരാബോളാസ്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ ആണോ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. പരാബോളയുടെ ഷേപ്പ് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെ വരാം, ഇതല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും വരാം കേട്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ വരാം. ഇപ്പോൾ ആദ്യത്തെ ടൈപ്പ് പരാബോള ഞാൻ വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് പരാബോള ഇതാണ് ആദ്യത്തെ ടൈപ്പ് പരാബോള. ടൈപ്പ് 1 എന്ന് പറയും. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസിലോട്ടാണ് അത് ബെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? മനസ്സിലായാലേ? ഇതേ ഇങ്ങനെ വരും, ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ടൈപ്പ് 1 പരാബോള. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഏതൊരു പരാബോളയ്ക്കും 2 ആൾക്കാരുണ്ട്. ഒന്ന് ഫോക്കസ്, വേറൊന്ന് ഡയറക്ട്രിക്സ്. ഫോക്കസ് ഇതിനുള്ളിൽ ഇവിടെ ആയിട്ട് വരും. ഇതിനകത്ത് എവിടെയായിട്ടാണ് നമ്മളെ ഫോക്കസ് ഫിക്സഡ് പോയിന്റ് വരുന്നത്. ഇത് ഒറിജിനാണേ. ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ സാധാരണ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഓർത്ത് വെച്ചോ, അത് എപ്പോഴും അങ്ങനെയാണ്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ പരാബോളയ്ക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരാളുണ്ടല്ലോ, ആരാണെന്ന് അറിയാമോ? ഡയറക്ട്രിക്സ്. ഓർമ്മയുണ്ടല്ലോ ഡയറക്ട്രിക്സ്. ശ്രദ്ധിക്കണം, ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും എ തന്നെയാണ്. ഇപ്പം നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുള്ളൂ. ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്, ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും എ തന്നെയാണ്. അപ്പോൾ ഡയറക്ട്രിക്സിൻ്റെയും ഫോക്കസിൻ്റെയും കറക്റ്റ് സെൻറ്ററിലാണ് ഒറിജിൻ. അപ്പോൾ നമ്മൾ പരാബോളയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അങ്ങനെയാണല്ലോ പരാബോള കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചതാണ്. ഇതൊരു പരാബോളയിലുള്ളൊരു പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും ആ പി എന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അതെല്ലാ പോയിന്റിനും ബാധകമാണ്. പരാബോളയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഡെറിവേഷൻ എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡെറിവേഷൻ പറയില്ല. ഈ പരാബോളയുടെ ഇക്വേഷൻ എക്സാമിന് ചോദിക്കില്ല, എങ്ങനെ വന്നു എന്ന് ചോദിക്കില്ല. അതുകൊണ്ട് ഞാനത് ഡിറൈവ് ചെയ്യണില്ല. പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണ് എക്സ് കോമ വൈ എന്ന് വിചാരിക്കുക. പരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണ് എക്സ് കോമ വൈ. എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ പരാബോളയിൽ എവിടെ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും വരാം. എക്സ് കോമ വൈ പരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണെങ്കിൽ ഈ എക്സും വൈയും തമ്മിലൊരു ഫിക്സഡ് റിലേഷൻ ഉണ്ടാവും. ആ ഫിക്സഡ് റിലേഷനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് ദ പരാബോള. അതിൻ്റെ ഡെറിവേഷൻ വേണ്ട, പഠിച്ചാൽ മതി. ആ റിലേഷൻ ഞാനിവിടെ എഴുതാം, ബൈ ഹാർട്ട് ആക്കേണ്ടതാണ് കേട്ടോ. y² = 4ax ആണ്. എ എന്താണെന്ന് മനസ്സിലായല്ലോ? എ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ്, അഥവാ ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ടൈപ്പ് 1 പരാബോള. ഓക്കെ, ഇതേപോലെ നമുക്ക് ടൈപ്പ് 2 പരാബോള ഞാൻ ചെറുതാക്കി വരയ്ക്കുള്ളൂ. ടൈപ്പ് 2 പരാബോള. അതുപോലെ 4 ടൈപ്പ് പരാബോള ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ടൈപ്പ് 2 പരാബോള. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതിപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ഈ പരാബോള പോയിരിക്കുന്നത്, ടുവേഡ്സ് റൈറ്റ്. നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതുപോലെ വരും. കണ്ടില്ലേ? ആ പരാബോള ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഷേപ്പിൽ വ്യത്യാസം വരില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരാബോളയുടെ ഉള്ളിലായിട്ടാണ് നമ്മൾ ആ ഫോക്കസ് വരുന്നത്, ഫിക്സഡ് പോയിന്റ് വരുന്നത്. ഇത് ഒറിജിനാണ്. ഫോക്കസിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ആര് വരുന്നത്? ഡയറക്ട്രിക്സ് വരുന്നത്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ എ എന്ന് പറയും. ഡിസ്റ്റൻസ് കേട്ടോ, ഞാൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സൈൻ പറയണ്ടല്ലോ. ഒറിജിനിൽ നിന്ന് എഫ് വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സൈൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒറിജിനിൽ നിന്ന് എഫ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എ എന്ന് പറയും.
ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസും എ തന്നെയാണ്. എല്ലാ പാരാബോളയ്ക്കും അതങ്ങനെ വരുള്ളൂ, എല്ലാ സ്റ്റാൻഡേർഡ് പാരാബോളാസിനും. അപ്പോൾ ഇവിടെ വരുന്ന ടൈപ്പ് 2 ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ പാരാബോളയുടെ ഡെഫിനിഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് പാരാബോളയിലുള്ളൊരു ജനറൽ പോയിൻ്റാണ് ഇതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. എല്ലാ പോയിന്റിനും അങ്ങനെ വരുള്ളൂ. അതുപയോഗിച്ചിട്ടാണ് പാരാബോളയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ബട്ട് ഡെറിവേഷൻ എക്സാമിന് ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ x, y പാരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണ്. x, y പാരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണെങ്കിൽ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് പാരാബോളയുടെ ഇക്വേഷൻ ബൈ ഹാർട്ടാക്കുക. y² = -4ax ആണ് ടൈപ്പ് 2. ഷേപ്പും അറിയണം, ഇക്വേഷനും അറിയണം. ഇത് ടൈപ്പ് 2 പാരാബോള. ഇനി നമുക്ക് ടൈപ്പ് 3 പാരാബോള നോക്കാം. ടൈപ്പ് 3 പാരാബോള ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. ടൈപ്പ് 3 ആണ്. പരാബോള മുകളിലോട്ടാണ് പോണത്. ഇങ്ങനെ വരാം പരാബോള. അതായത് ആദ്യം കാണിച്ച പരാബോള ഒരു 90 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരുന്നുണ്ട് അല്ലേ. പരാബോളയുടെ ഉള്ളിലായിട്ട് ആരുണ്ട്? ഫോക്കസ് ഉണ്ട്, ഉള്ളിലാണ്. ഇത് ഒറിജിനാണ്. ഒറിജിൻ മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എ എന്ന് പറയും. അതുപോലെ ഫോക്കസിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് ആരുണ്ട്? ഡയറക്ട്രിക്സ് ഉണ്ട്. അതും എ ഡിസ്റ്റൻസ് അകലെയാണ് ഒറിജിനിൽ നിന്ന്. അപ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ x, y പാരാബോളയിലുള്ള ഒരു ജനറൽ പോയിന്റ് ആണെങ്കിൽ ക്ലിയർ ആയല്ലോ. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ x² = 4ay ആണ്. എഗെയിൻ ഡെറിവേഷൻ ആവശ്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇത് കാണുന്നത് ഡയറക്ട്രിക്സ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം ഡയറക്ട്രിക്സ്. ഇത് ഡയറക്ട്രിക്സ്. അതിൻ്റെ ഇക്വേഷൻ കാണാൻ പറയും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഡയറക്ട്രിക്സ്. എഫ് ഫോക്കസ്, അത് പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഫോർത്ത് ടൈപ്പ് നോക്കാം. ഫോർത്ത് ടൈപ്പ് ലാസ്റ്റ് ടൈപ്പ് പരാബോള. എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈപ്പ് പരാബോളയാണ് പറയാൻ പോകുന്നത്. ഫോർത്ത് ടൈപ്പ്. നേരത്തെ പരാബോള താഴേക്കാക്കിയാലോ ഇങ്ങനെ കിട്ടും പരാബോള അല്ലേ. ഡൗൺവേർഡ് പരാബോളയാണ്. ഡൗൺവേർഡ് പരാബോള. അതിനുള്ളിലായിട്ടാണ് ഫോക്കസ് വരുന്നത്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എ എന്ന് പറയും. ഫോക്കസിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ ഡയറക്ട്രിക്സ് ഉണ്ട്. അതും എ ഡിസ്റ്റൻസ് അകലെയാണ്. ഇവിടെ വരുന്ന ഇക്വേഷൻ ബൈ ഹാർട്ടാക്കുക. x² = -4ay. 4 ടൈപ്പ് പാരാബോളസുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് ടൈപ്പ് റൈറ്റ് സൈഡിലോട്ടുള്ളത് y² = 4ax. സെക്കൻഡ് ടൈപ്പ് ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് y² = -4ax. തേർഡ് അപ്വേർഡ് പരാബോള x² = 4ay. ഫോർത്ത് ഡൗൺവേർഡ് പരാബോള x² = -4ay. ഓക്കെ.